morning, all of you. Today, let us do example question from your text. All of you take your text and from your text, question number 5, example question 15, page number 61. For which value of P does the pair of equations given below has unique solution? നമുക്ക് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ പിയുടെ ഏത് വാല്യൂവിനാണ് യുണീക്ക് സൊല്യൂഷൻ വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഇക്വേഷൻസ് എഴുതാം. 4x plus py plus 8 is equal to 0. And second question is 2x plus 2y plus 2 is equal to 0. What is the condition for unique solution? Unique solution ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? a1 by a2 not equal to b1 by b2. This is the condition for unique solution. Condition for unique solution. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എഴുതേണ്ടത് ഇതിൻ്റെ കണ്ടീഷനാണ്. എന്താണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ കണ്ടീഷൻ ആദ്യം എഴുതുക. ഹിയർ വാട്ട് ഈസ് a1? a1 ഈസ് ഈക്വൽ ടു നമ്മളുടെ ഇക്വേഷൻ എങ്ങനെയാണ്? a1x പ്ലസ് b1y പ്ലസ് c1 ഈസ് ഈക്വൽ ടു 0, a2x പ്ലസ് b2y പ്ലസ് c2 ഈസ് ഈക്വൽ ടു 0. ദെൻ വാട്ട് ഈസ് a1? a1 ഈസ് 4, b1 ഈസ് ഈക്വൽ ടു p. ആൻഡ് വാട്ട് ഈസ് a2? a2 is equal to 2 and b2 is equal to 2. Now we can find a1 by a2 not equal to b1 by b2. Now we can cross multiply, that is 4 into 2, 8 not equal to 2p, that is 2p not equal to 8. That means p not equal to 4. നമുക്കിപ്പോൾ ആൻസർ എന്ത് കിട്ടി? p4 ആകരുത്. മനസ്സിലായോ? അപ്പോൾ പിയുടെ വാല്യൂ 4 അല്ലാതെ ബാക്കി എല്ലാ വാല്യൂസിനും യുണീക്ക് സൊല്യൂഷനാണ്. ഇത്രയും നിങ്ങൾ എഴുതിയല്ലോ. ഇനി എഴുതേണ്ട സ്റ്റെപ്പ് എഴുതിക്കോ. ഫോർ ഓൾ വാല്യൂസ് ഓഫ് p, എക്സെപ്റ്റ് 4, the given pair of equations will have a unique solution. ഇതൊരു പ്രാവശ്യം ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പിക്ക് 4 എന്ന് പറയുന്ന വാല്യൂ ഒഴികെ ബാക്കി എല്ലാത്തിനും അത് യുണീക്ക് സൊല്യൂഷൻ തരും. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ വാട്ട് വാല്യൂ ഓഫ് കെ വിൽ ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഹാവ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ? നമ്മൾ ആദ്യം പഠിച്ചത് യുണീക്ക് സൊല്യൂഷൻ ആയിരുന്നു. യുണീക്ക് സൊല്യൂഷൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസിൻ്റെ കണ്ടീഷൻ എന്താണ്? a1 by a2 ഈസ് ഈക്വൽ ടു b1 by b2 ഈസ് ഈക്വൽ ടു c1 by c2. ആദ്യം നമ്മൾ എഴുതുന്ന സ്റ്റെപ്പ് അതാണ്. കണ്ടീഷൻ ഫോർ infinitely many solution. എൻ്റെ കണ്ടീഷൻ എന്താണ്? a1 by a2 is equal to b1 by b2 is equal to c1 by c2. മക്കളിവിടെ ശ്രദ്ധിച്ചേ. a1 എന്ന് പറയുന്നത് എന്താ? k. a1 is equal to k. നമ്മളുടെ ഇക്വേഷൻ വരുന്നത് a1x plus b1y plus c1 is equal to 0. ഇനി b1 എന്താണ്? 3. c1 എന്താണ്? മൈനസ് ഓഫ് k minus 3. നമ്മളുടെ ഇക്വേഷനിൽ a1x plus b1y plus c1 is equal to 0 എല്ലാം പ്ലസ് സൈൻ ആണ്. ഇവിടെ നമുക്ക് മൈനസ് സൈൻ ആയതുകൊണ്ട് c1 എന്ന് പറയുന്നത് എന്താ? മൈനസ് ഓഫ് k minus 3. ഇനി a2 എന്താണ്? a2 is equal to 12
B2 is equal to K, B3 is equal to minus K. ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. First we can take these two equations. Then what we will get? K by 12 is equal to 3 by K. Now we can find the value of K. Just cross multiply. K square is equal to 12 into 3, 36. Therefore K is equal to plus or minus 6. Now we can take these two values. That is 3 by K is equal to minus of K minus 3 by minus K. Minus and minus become plus. So 3K is equal to K into K minus 3. That is 3K is equal to K square minus 3K. That is K square minus 3K. This 3K also we can take to RHS, then become minus 3K is equal to 0. That is K square minus 6K is equal to 0. That is K, we can take K outside. K into K minus 6 is equal to 0. Therefore K is equal to 0 or K is equal to 6. ഇവിടെ നമുക്ക് പ്ലസ് 6ഉം മൈനസ് 6ഉം കിട്ടി. ഇവിടെ നമുക്ക് പ്ലസ് 6ഉം 0യും കിട്ടി. രണ്ടിടത്തും കോമൺ ആയിട്ട് വന്ന വാല്യൂ ഏതാ? പ്ലസ് 6 ആണ്. സോ വാട്ട് വി ക്യാൻ ടേക്ക്, ഇവിടെ പ്ലസ് 6 ഉണ്ട്, ഇവിടെയും പ്ലസ് 6 ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ടുള്ള കെയുടെ വാല്യൂ വേണം നമുക്ക് എടുക്കാൻ. Therefore for the value of K is equal to 6, this equation have infinitely many solutions. Then last you write, for K is equal to 6, the pair of linear equations has infinitely many solutions. Now all of you listen. If you are studying these conditions, we can do the problems very easily. Okay, that conditions also very simple. All of you write conditions. Unique solution ആണെങ്കിൽ എന്താണ് condition? A1 by A2 not equal to B1 by B2. Infinitely many solutions ആണെങ്കിലോ A1 by A2 is equal to B1 by B2 is equal to C1 by C2. No solution ആണെങ്കിൽ what is the condition? A1 by A2 is equal to B1 by B2 not equal to C1 by C2. All of you write this in your notebook very neatly and decorate with color pencil also. Then you can study very well. മക്കളെ നമുക്കിനി എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യാം. എക്സർസൈസ് 3.5ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following pairs of linear equations has unique solution, no solution or infinitely many solutions? In case there is a unique solution, find it by using cross multiplication method. Okay, what is the first question? X minus 3y minus 3 is equal to 0. 3x minus 9y minus 2 is equal to 0. Now we can find A1 by A2. What is A1 by A2? 1 by 3, 1, 3. Now we can find B1 by B2. What is B1 by B2? Minus 3 by minus 9. That is equal to 1 by 3. We can cancel by 3. Minus by minus is plus. Now what is C1 by C2? C1 by C2 is equal to minus 3 by minus 2. That is equal to 3 by 2. Then what we can write? A1 by A2 is equal to B1 by B2. ഇത് രണ്ടും ഈക്വൽ ആണ്. A1 by A2 1 by 3 ആണ്. B1 by B2 1 by 3 ആണ്. Not equal to C1 by C2. C1 by C2 എന്ന് പറയുന്നത് 3 by 2 അല്ലേ? അപ്പം 1 by 3ക്ക് ഈക്വൽ അല്ല. Then this is the condition for what? No solution. Then what we can write? This equation have no solution. Clear ആയോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ A1x plus B1y plus C1 is equal to 0. A2x plus B2y plus C2 is equal to 0. Then A1 by A2 is equal to 1 by 3. B1 by B2 is equal to minus 3 by minus 9. That is equal to 1 by 3. C1 by C2 is equal to minus 3 by minus 2. That is equal to 3 by 2. ഇവിടെ നമുക്ക് 1 by 3 കിട്ടി, ഇവിടെ 1 by 3 കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? A1 by A2 is equal to B1 by B2.
ഇത് 3/2 ആണ്. So not equal to C1 by C2. This is the condition for no solution. So what we can write, this equation have no solution. All of you write this equation have no solution. Question number 2. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ആക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ വി ക്യാൻ റൈറ്റ് 2x plus y minus 5 is equal to 0. Then what is the next equation? 3x plus 2y minus 8 is equal to 0. നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? a1 by a2 കാണണം. What is a1 by a2? 2 by 3. What is b1 by b2? That is equal to 1. y എന്ന് പറയുന്നത് 1 into y ആണ്. 1 by 2. Then what is c1 by c2? Is equal to minus 5 divided by minus 8. That is equal to 5 by 8. ഇവിടെ നോക്കിയേ എല്ലാം നമുക്ക് ഡിഫറൻ്റ് ആണ്. അപ്പം നമുക്കൊരു കണ്ടീഷൻ എന്താ ഉള്ളത്? a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2. ഇവിടെ c1 by c2 നോക്കണം. നമുക്ക് a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 ആണ്. അപ്പം നമ്മൾ എന്ത് എഴുതുന്നു? a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2. ദിസ് ഈസ് ദ ഇത് എന്തിൻ്റെ കണ്ടീഷനാണ്? Unique solution. Therefore, the given equation have what? Unique solution. Unique solution. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് യൂസിങ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്? b1 c2 minus b2 c1 divided by a1 b2 minus a2 b1. That is equal to, what is b1? b1 is 1 into what is c2 minus 8 minus what is b2 into what is c1 minus 5 divided by a1 b2. a1 is 2 into what is b2? 2 minus a2. a2 is 3 into what is b1? 1. That is equal to minus 8. Minus into minus become plus 10 divided by 4 minus 3. That is equal to 2 by 1. That is equal to 2. Therefore, what is the value of x? 2. Now we can find the value of y. y is equal to c1 ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. c1 a2 minus c2 a1 divided by a1 b2 minus a2 b1. That is equal to, what is c1? c1 is minus 5 into what is a2? 3 minus what is c2? c2 is minus 8 into what is a1? a1 is 2 divided by, we know that this value is 1. That is equal to minus 15 plus 8 2s are 16 by 1. That is equal to 1. So the value of x is equal to 2 and value of y is equal to 1. Now we can write, first what is the step? We have to write equal to 0 form. So 3x minus 5y minus 20 equal to 0. And what is next one? 6x minus 10y minus 40 is equal to 0. Now what is a1 by a2? a1 by a2 is equal to 3 by 6 is equal to, we can cancel by 3, 1 by 2. What is b1 by b2? b1 by b2 is equal to minus 5 divided by minus 10. That also is equal to 1 by 2. Minus by minus plus 5 by 10 is 1 by 2. c1 by c2 is equal to minus 20 by minus 40. That also is equal to 1 by 2. നമുക്ക് എല്ലാം ഈക്വൽ ആയിട്ട് കിട്ടി. a1 by a2 is equal to b1 by b2 is equal to c1 by c2. This is the condition for what? Infinitely many solutions. Therefore, a1 by a2 is equal to b1 by b2 is equal to c1 by c2. Then you write, this equation have infinitely many solutions. Now one more question is there, question number 4. All of you try to do it as homework. If you have any doubt, just call me. Okay, thank you.